വരുന്നത് പറഞ്ഞല്ലോ. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആശാൻ അറിയാമോ? തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. അതും എന്നോട്. ഞാൻ പറയട്ടെ, പറഞ്ഞോ. സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കിടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ കൂടി 100 ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചാണാക്കുഴി ചാടാണ്ട് അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കയറിട്ട് പൈപ്പോഴി ഊർന്ന് ഇറങ്ങിയിട്ട് പട്ടി അടിക്കാണ്ട് വേലി ചാടിയിട്ട് 100 ഓടണ ആ വഴിയല്ലേ? ആശാനെ സമ്മതിക്കണം, ആ നാട്ടുകാർക്ക് പോലും ആ വഴി അത്ര പരിചയമില്ല. ആശാൻ എങ്ങനെ മനസ്സിലായത് ആ വഴി? 4 വർഷം മുമ്പ് ഒരു ഗാനമേള നടത്തി പൊളിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടി രക്ഷപ്പെട്ടത്. ഓ, അന്ന് ആശാനായിരുന്നു ആ പരിപാടി നടത്തിയതല്ലേ? എന്നെ പോലത്തെ ഒരാള്. മനസ്സിലായി. പക്ഷെ അന്ന് ആശാൻ ഇത്ര തടിയില്ലായിരുന്നു കേട്ടോ, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ എത്രയും തടി വെച്ചത്? അത് പിന്നെ ഡെയിലി അടി കിട്ടിയ പിന്നെ നീര് വെക്കത്തില്ലേ? പള്ളിവട്ട മനുഷ്യനെ പേടിപ്പിക്കുന്ന ചോദിക്കാനുണ്ട്. ഈ തൃപ്രയാർ എന്ന് പറഞ്ഞത് മൊത്തം നല്ല അടിപൊളി ചെറുപ്പക്കാരുള്ള സ്ഥലമാണ്. പിന്നെ എനിക്കറിയാൻ അറിയാലോ അല്ലേ? അത് ആശാന് ശരിക്കും ബോധ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുതുതായ ഹിറ്റ് പാട്ടുകളൊക്കെ പാടണം. ഞാൻ പാടുമല്ലോ. അപ്പൊ എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. ഒരു ഉഗ്രം പാട്ടുണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിയത്. ഏതാണ്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കാട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ള. എന്താ കേക്കണത്? കൊള്ളാല്ലേ? എന്തിന് കൊള്ള? ഇങ്ങനെയാണ് പാടുന്നത്. പിന്നെ പാട്ട് പാടുമ്പോ അതിനൊരു ഈണം വേണം. നീ ഈണം തെറ്റിച്ചാ പാടിയത്. ഈണം തെറ്റിയ ജനങ്ങൾ തുള്ളണം. അതാണ് എന്റെ ഗാനമേള. ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിലെ പരിപാടി, അവിടെ ഭക്തിയോടെ വേണം ഈ പാട്ട് പാടാൻ. ഭക്തിയോടെ ഞാൻ പാടണം. കേട്ടില്ല? എന്നെ പിടിച്ചോ. ഓം വച്ച വച്ചാന വച്ചാന മേരെ തപ്പു തപ്പു മേരെ ടിപ്പു ടിപ്പു മേരെ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട്ട കണ്ണിൽ ഭയമ്പൂവോ താമരത്താരോ താമേ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട്ട കണ്ണിൽ. ഇത് ഗാനമേള തന്നെയാണത്. എന്റെ അമ്മച്ചേനെ സത്യത്തിൽ ഇതാണ് ഗാനമേള. ഞാൻ പാടും, ഇവർ രണ്ടുപേരും. എന്റെ ആശാന് സംഗീതം എന്താണെന്നറിയാമോ? സംഗീതം എന്താണെന്നറിയാമോ? എടാ, ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ പാടില്ല. എന്താണ്? അല്ല, എന്താണ്? ഇവിടെ അറിയില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. തെങ്ങോ? അതെ. ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പിട്ട് നമ്മളിങ്ങനെ കേറിപ്പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കൊതുമ്പ് കോഞ്ഞാറ്റം പറിച്ച് താഴേക്കിടണം. എന്നിട്ട് 2 തേങ്ങ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ തെങ്ങേറ്റായിരുന്നു പണി. അവർക്ക് മനസ്സിലായില്ലേ? അച്ഛനെ, ഈ തെങ്ങ് കേറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തെങ്ങി കേറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തെങ്ങിന്ന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. അതെ, ആശാനും ശിഷ്യന്മാരും തെങ്ങേറ്റത്തിന്റെ കാര്യം നിർത്തി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആശാനെ, ആശാൻ എന്നും പരിപാടി ഉണ്ടോ? എന്നും പരിപാടി ഉണ്ടോന്നോ? എടാ, ഇന്നൊരു പരിപാടി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ 6 ദിവസം ഞാൻ പിന്നെ പരിപാടിയേ പിടിക്കൂല. എന്താ? അതുവരെ ആശുപത്രിയിലായിരിക്കും. ആശാനെ ഇങ്ങ് വാ, കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ആശാനെ ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ ആശാന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ പോവാണ്. ബുക്ക് ചെയ്താൽ ആശാനും ഈ ട്രൂപ്പും കൂടെ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടിക്ക് ഒരു കാറിന് അങ്ങോട്ട് വരും. തിരിച്ച് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ മതി. ആശാനെ, ഈ ചെറുപ്പക്കാരെന്ന പോലെ തന്നെ കുറച്ച് പ്രായമായ ആൾക്കാർ ഞങ്ങളുടെ ദേശത്തുണ്ട്. വയസ്സായ ആളുകൾ. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ സെമി ക്ലാസിക്കൽ ഗാനമായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും പാടും. ഏത് പാട്ട് വേണം? സംഗീതമേ ജീവിതം ശ്രുതി മധുര. എന്തായി കേൾക്കണത്? പിന്നെ എങ്ങനെയാണ് പാടുന്നത്? പിന്നെ എങ്ങനെയാ പാടുന്നത്? ഞാൻ പാടുന്ന കേട്ടോ. ഇല്ല, പാട്ട് പാടി ജനം തുള്ളണം. അതാണ് വേണ്ടത്. ഒന്ന് തുള്ളിച്ചേ. ഞാൻ പറഞ്ഞ പിടിച്ചോ. സംഗീതമേ ജീവിതം ശ്രുതി മധുര. സംഗീതമേ ജീവിതം, സംഗീതമേ ജീവിതം, ശ്രുതി മധുര. സംഗീതമേ ജീവിതം. എന്റെ ആശാനെ, ഇത് ഗാനമേള തന്നെയാണ്. അമ്മച്ചാൻ സത്യത്തിൽ ഞാൻ പാടും, ഇവർ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഒന്നുമില്ല. പിന്നെ ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ആശാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പാട്ട് വീണ്ടും പാടാൻ ഓഡിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ഒരു പ്രാവശ്യം പാടാൻ. എടാ, എന്നോടൊരു പാട്ട് 10 പ്രാവശ്യം പാടാൻ പറഞ്ഞിട്ടുണ്ട്. 10 പ്രാവശ്യം? കണ്ണൂർ ക്ഷേത്രത്തിൽ ഞാൻ ഹരിമുരളിദേവൻ പാടിക്കൊണ്ടിരിക്കുക. പാടി തീർന്നത് ഓഡിയൻസ് സെറ്റിട്ട് പറയുന്നത് വി വാണ്ട് വൺസ് മോർ എന്ന് വെച്ചാ ഒരു പെഗ് കൂടി വേണമെന്ന്. അല്ല, ഒരു 10 പ്രാവശ്യം കൂടി പാടാൻ. അങ്ങനെ ഞാൻ ആ പാട്ട് ആ സ്റ്റേജിൽ നിന്ന് 10 പ്രാവശ്യം പാടി. 10 പ്രാവശ്യം. അവസാനം ഒരുത്തൻ ചാടി എഴുന്നേറ്റ് പറയാ,
ഇനി നീ ഈ പാട്ട് പാടി ശരിയാക്കിട്ട് ഇവിടുന്ന് പോയാ മതി എന്ന് പറഞ്ഞു. ആശാനെ, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ആശാന്റെ ഈ സംഗീത ജീവിതത്തിൽ ആശാന് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടെന്ന് വെച്ചാൽ തിരുവല്ല ഒരു ദേവീക്ഷേത്രത്തിൽ ഞാൻ ഗാനമേള നടത്തുക. ഞാൻ ഗാനമേള ഒരു ഫസ്റ്റ് ഭക്തിഗാനുണ്ട്. ഞാൻ അതങ്ങോട്ട് പാടി തീർന്നപ്പോഴേക്കും ഒരു 10-25 കമ്മിറ്റിക്കാർ ഓടി സ്റ്റേജിലേക്ക് കയറിവിട്ട് എന്നെ എടുത്തങ്ങോട്ട് പൊക്കി. ആശാനോടുള്ള ആരാധന മൂത്തുകൊണ്ടായിരിക്കും. അങ്ങനെ തന്നെ പൊക്കി എടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ട് അങ്ങോട്ട് നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ്. ഓ, ആ ദേവിയുടെ അനുഗ്രഹം മുഴുവൻ ആശാന് വാങ്ങിച്ചു തരാനായിരിക്കും. അവിടെ നിർത്തി സത്യം ചെയ്യിച്ച്. സത്യം ചെയ്യേ? മേലാൽ ഈ വക പരിപാടിയായിട്ട് നടക്കൂലെന്നും ഈ പ്രദേശങ്ങളിലെങ്ങും ഈ ജന്മത്ത് വരൂലെന്നും പറഞ്ഞ് സത്യം ചെയ്യിച്ച് 125